ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നമ്മൾ സ്മരിക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും അടുത്തറിഞ്ഞ ഒരു കഥ, ജീവിതത്തിനെ ഏറ്റവും അധികം സ്പർശിക്കുന്ന ഒരു കഥ, ഏത് തലമുറയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ. അത് ഭാഗവത സപ്താഹത്തിലായാലും കൊള്ളാം, പാരായണത്തിലായാലും കൊള്ളാം, നിത്യജീവിതത്തിലായാലും കൊള്ളാം, ഒക്കെ ഈ കഥയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അതിന്റെ സന്ദേശം തന്നെ ഭഗവാൻ പറഞ്ഞതാണ്. ഏതാ സന്ദേശം? ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ആ സന്ദേശത്തിനെയാണ് നമ്മൾ ഇന്നെടുത്ത് വ്യാഖ്യാനിക്കാൻ പോകുന്ന ഒരു കഥയിൽ കൂടെ. ഏതാണ് കഥ എന്ന് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും സ്പർശിക്കുന്നത് ദാരിദ്ര്യമാണല്ലോ. ആ ദാരിദ്ര്യത്തിനെ ശമിപ്പിച്ച ഈശ്വര ഭജനം കൊണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഈശ്വര ഭജനമാണ് നല്ലതെന്ന് ബോധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ധനാവസ്ഥയൊക്കെ ഈശ്വര ഭജനം കൊണ്ട് നേടിയാൽ അത് നശിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കഥയാണ് കുചേല ഉപാഖ്യാനം. ഭഗവാന്റെ സഹപാഠിയായ ആ സുദാമാവ് എന്ന് പറയുന്ന ആ ഉത്തമ ഭക്തൻ, പരമദരിദ്രനായ ഉത്തമ ഭക്തൻ, അങ്ങനെ ഒരു കഥ പറയുന്നു. അതെവിടെയും ചരിത്രത്തിലെവിടെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെങ്കിലും അങ്ങനെ ഒരു ഐതിഹ്യം നടക്കുന്നുണ്ട്. ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ സുദാമാവും ഭഗവാൻ കൃഷ്ണനും കൂടി ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് കൃഷ്ണനെ വിശന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ സാന്ദീപനി മഹർഷിയുടെ ഭാര്യയുടെ അടുത്ത് പോയി ആ ഭാര്യ, ആ ഗുരുപത്നി കുറച്ച് അവിലെടുത്ത് സുദാമാവിന്റെ കയ്യിൽ കൊടുത്തു. അന്ന് കുചേലൻ എന്നുള്ള പേര് കിട്ടിയിട്ടില്ല. ആ സുദാമാവിനോട് പറഞ്ഞു, ഇത് പകുതി കൃഷ്ണന് കൊടുത്തിട്ട് കഴിച്ചോളൂ കേട്ടോന്ന്. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് നമുക്ക് പറ്റുന്ന തെറ്റ് അന്ന് സുദാമാവിന് പറ്റി എന്ന് പറയണു. സുദാമാവ് അറിയാതെ അവിലെടുത്ത് അങ്ങ് ഭുജിച്ചു എന്നാ പറയാ മുഴുവൻ. ഇത് കണ്ട കൃഷ്ണൻ ആ മൂക്കത്ത് വിരൽ വെച്ചു. കഷ്ടം, അർഹതയില്ലാത്ത സാധനം മറ്റവർക്ക് കൊടുക്കേണ്ട വസ്തു എടുത്ത് ഭക്ഷിച്ചോളോ, വളരെ ശ്രദ്ധിച്ചോളൂ, പരധനം വലിയ അപകടമാണ്. അങ്ങനെ ആ കുചേലൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് സുദാമാവൊക്കെ വീട്ടിലെത്തി, വിവാഹം കഴിച്ചു. ഭഗവാൻ ദ്വാരകയിലെത്തി വലിയ വീടൊക്കെ പണിത് അങ്ങനെ താമസിക്കുന്ന സമയത്താണ് ഈ കുചേലോപാഖ്യാനം, കുചേലവൃത്തം എന്ന് പറയുന്ന നാരായണീയത്തിലെ 87-ാം ദശകം, ഭാഗവതത്തിലെ 80-81 അധ്യായങ്ങൾ. അത് വളരെ രസമാണ്. അതിലുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ ഉപദേശമാണ്. അങ്ങനെ ആ വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അങ്ങനെ കുചേലനെ ദാരിദ്ര്യം പിടിമുറുക്കുന്നു. പക്ഷേ ഭഗവാന്റെ കൂടെ നിന്ന് പഠിച്ചതുകൊണ്ട് നല്ല ജ്ഞാനിയായ കുചേലൻ ഒരു തെറ്റും ചെയ്തില്ല. കാരണം താൻ ഇന്ന് അനുഭവിക്കുന്നതിനുള്ള കാരണം താൻ തന്നെ തന്റെ കർമ്മങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മത്തിൽ വന്ന തെറ്റിന് ഏറ്റവും നല്ലത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന ആ വഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാമസങ്കീർത്തനത്തിൽ കൂടെ മറികടക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ ഗൃഹസ്ഥനായ, ഒരുപാട് കുട്ടികളുടെ അച്ഛനായ, ആ വീട്ടിൽ ഒരു മണി നെല്ല് പോലും അരി പോലും ഇല്ലാത്ത ആ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഉറക്കെ അങ്ങനെ നാമം ചെല്ലാൻ തുടങ്ങി. ആ സമാനശീലാവിതീയവല്ലഭ നാരായണീയം. അതേ മനസ്സുള്ള ആ പത്നി ഒരിക്കലും നാമം ചെല്ലുന്ന ഭർത്താവിനെ പോയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. അങ്ങനെ അവിടെ ചെന്ന് ആ ഭർത്താവ് നാമം ചൊല്ലി ഒരു ദിവസം നാമം ചൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോ ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭർത്താവേ, ആര്യപുത്ര, വീട്ടിലെ കുട്ടികൾക്ക് വിശന്ന് കരയുന്നു, അവരെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് ചെയ്യുന്നു എന്നങ്ങോട്ട് കരഞ്ഞേട്ടപ്പോൾ ഒന്ന് പോയിട്ട് ആ ഭഗവാന്റെ ഒന്ന് കണ്ടിട്ട് അങ്ങയുടെ സഹപാഠിയായ ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ എന്നങ്ങ് ചോദിച്ചു. എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഭഗവാനെ കാണാൻ പോയിക്കൂടെ എന്നങ്ങോട്ട് കേട്ടപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ആ ഭാര്യയെ നമസ്കരിക്കുന്നു. ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ ഉണ്ണിക്ക് കൊടുവാൻ? കുട്ടികളെ കാണാൻ പോകുമ്പോൾ, അച്ഛനമ്മമാരെ കാണാൻ പോകുമ്പോൾ, ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ, ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ, ഇങ്ങനെ കുറെ കൂട്ടരുണ്ട്. ഇവരെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ ഒരു ഇതായിട്ട് കൊണ്ടുപോകണം, ഉപഹാരമായിട്ട്. ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ഉടനെ തന്നെ ആ സ്ത്രീ, പാപം സ്ത്രീ, ആ സുദാമാവിന്റെ ഭാര്യ പുറത്തേക്ക് അങ്ങോട്ട് ഓടി ചെന്നിട്ട് 4 ഇല്ലങ്ങളിൽ പോയി 4 പിടി നെല്ലാം അങ്ങോട്ട് കവർന്നുകൊണ്ട് ചോദിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് മേടിച്ചു. ആ യാചന തന്റെ ദുരിതത്തിനെ അവസാനിപ്പിക്കാനായിരുന്നു.
അങ്ങനെ ആ നെല്ലിങ്ങനെ കൊണ്ടുവന്ന് കുത്തിയിട്ട് അവിലാക്കി. അവില് കെട്ടാൻ ഒരു തുണിയുണ്ടോ? ആ തുണി തന്റെ ചേലങ്ങനെ മുറിച്ച് അവസാനത്തെ ചേലയും മുറിച്ച് ആ ചേലയിലെ ആ അവിലങ്ങിട്ടിട്ട് അതിലേക്ക് നോക്കിയപ്പോ ഉണ്ണിയുടെ മുഖ കണ്ടത് കരഞ്ഞുപോയി സന്തോഷം കൊണ്ട്. ഇതെന്റെ ദുരിതം തീർത്തു. അങ്ങനെ ആ വിൽക്കരി അങ്ങനെ കേട്ട കാലത്തെഴുന്നേറ്റു കുളിച്ചോത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പോതി കയ്യിൽ കൊടുത്തു. കുളിച്ചിങ്ങനെ വന്ന ഭർത്താവിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, പറയണട്ടോ. കുചേലൻ അങ്ങോട്ട് അവിടെ എത്തി. എല്ലാം മറന്ന് കൃഷ്ണൻ കാത്തിരിക്കുക. വേഗം തന്നെ അനുഗ്രഹിച്ച് ആ ദുഃഖങ്ങൾ മാറ്റണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ഭക്തനെ കാത്തിരിക്കുന്ന അങ്ങോട്ട് കണ്ടപ്പോ ഓടി അങ്ങോട്ട് ചെന്നു. പിടിച്ചങ്ങോട്ട് കൊണ്ടിരുത്തി. എന്ത് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതിരിക്കുമ്പോ പറഞ്ഞു, ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ. ഗുരു ആരാന്നറിയോ? ഞാൻ തന്നെയാ. ജാതകത്തിൽ നോക്കോ, ഗുരുവിനെ വ്യാഴം എന്നാ പറയാ. വ്യാഴമാചാര ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ആ ഗുരുനാഥനായ എന്നെ സേവിച്ചോളൂ എന്നങ്ങനെ പറഞ്ഞ് ഒരു ദിവസം അവരവിടെ ഇരുന്നു. അനുഗ്രഹിച്ച് ഒന്നും ചോദിക്കാതെ മടങ്ങിപ്പോന്നു. എല്ലാം ഭഗവാൻ അങ്ങോട്ട് കൊടുത്തയച്ചു. അങ്ങനെ ആ ദുരിതത്തിനെ മുഴുവൻ മാറ്റിക്കൊണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളുക. ജീവിതത്തിൽ ദുരിതങ്ങളും പ്രശ്നങ്ങളും നമ്മളെ പിന്തുടരുമ്പോൾ ഒരു പേടിയും വേണ്ട. അവിടെ ചെന്നിരുന്നു കൊണ്ട് ആ നാരായണീയവും ഭാഗവതവും ആ സഹസ്രനാമവും ചൊല്ലിക്കൊണ്ട് ജീവിതം കഴിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും ഉപദ്രവിക്കാതെ ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് കാരണം ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാമജപം കൊണ്ട് ചിത്തം ശുദ്ധമാക്കിയാൽ ദുരിതങ്ങളെല്ലാം അകലും. അതിനെ കുചേലോപാഖ്യാനം ദിവസവും വായിക്കുക, പ്രാർത്ഥിക്കുക. ഗുരോ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ.